ജയ് സറാം. പ്രിയ കുടുംബാംഗങ്ങളെ, സാദരപ്രണാമം. ഇന്ന് 1201 കർക്കിടകം 2 2026 ജൂലൈ 18 ശനിയാഴ്ച. ഇന്നലെ കർക്കിടകം 1 തീയതി നമ്മുടെ പാരായണ ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തതിൽ അല്പം വേഗത കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഈ ഒരു ചുരുങ്ങിയ ദിവസത്തിനകം ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞു പോകേണ്ടത് കൊണ്ടുള്ള വേഗതയാണ്. കർക്കിടകത്തിന് ശേഷം നമുക്ക് രാമായണത്തെ സൂക്ഷ്മമായിട്ട് തന്നെ ചിന്തിക്കാവുന്ന ഒരു പാഠ്യ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. ആ സമയത്ത് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. എന്തായാലും പരമാവധി വേഗത കുറച്ചുകൊണ്ട് എന്നാൽ പാഠ്യ ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ആരംഭിക്കാം. ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏതാണ്ട് 586 വരികളാണ് രണ്ടാം ദിവസം പാരായണം ചെയ്യേണ്ടത്. പുത്രലാഭാലോചന മുതൽ അഹല്യ മോക്ഷം വരെയുള്ള ഭാഗമാണ് രണ്ടാം ദിവസത്തെ പാരായണ ഭാഗങ്ങൾ. പുത്രലാഭാലോചന, പുത്രകാമേഷ്ടി, ശ്രീരാമ അവതാരം, കൗസല്യാസ്തുതി, ബാലക്രീഡ, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക്, വിശ്വാമിത്രന്റെ യാഗരക്ഷ, താടകാവധം, അഹല്യാമോക്ഷം. ഇത്രയുമാണ് ഇന്നത്തെ പാഠ്യ അല്ലെങ്കിൽ പാരായണ ഭാഗങ്ങൾ. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം 1-ാം ദിവസം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് ശ്രീരാമന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് കാനനത്തിൽ, വനങ്ങളിൽ, ഗുഹകളിലൊക്കെ വാനര രൂപികളായിട്ട് കാത്തിരിക്കുന്ന ദേവസമൂഹത്തെയാണ്. ഇന്നത്തെ ആരംഭം അയോധ്യയിലെ സംഭവങ്ങളെയാണ് വർണ്ണിക്കുന്നത്. ദശരഥ മഹാരാജാവ് തന്റെ 3 ഭാര്യമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 ഭാര്യമാരോടുകൂടി സന്തോഷത്തോടുകൂടി, എന്നാൽ രാജ്യഭാരം ഏൽപ്പിക്കുവാനുള്ള അനന്തര അവകാശികളില്ല എന്നുള്ള ദുഃഖത്തോടുകൂടി ജീവിക്കുന്ന കാലഘട്ടമാണ് എന്നും തന്റെ കുലഗുരുവായ വസിഷ്ഠനോട് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കണമെന്ന് ദശരഥൻ ചോദിക്കുന്നിടത്തുമാണ് പുത്രലാഭ ആലോചന എന്ന ഭാഗം ആരംഭിക്കുന്നത്. തന്റെ ഗുരുവിനോട് തനിക്ക് മക്കളുണ്ടാകുന്നതിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് കുലഗുരുവായ വസിഷ്ഠൻ പുത്രകാമേഷ്ടി നടത്താൻ വേണ്ടിയിട്ട് ദശരഥനോട് ആവശ്യപ്പെടുന്നു. വസിഷ്ഠന്റെ നിർദ്ദേശമനുസരിച്ച് രാജാവ് ഋഷ്യശൃംഖനെ വരുത്തുന്നു. സരയൂ നദിയുടെ കരയിൽ യാഗശാല പണിയിച്ച് രാജാവ് യാഗം വീക്ഷിക്കുന്നു. ആ യാഗശാലയിൽ നിന്ന്, യാഗകുണ്ഡത്തിൽ നിന്ന്, ഹോമകുണ്ഡത്തിൽ നിന്ന് അഗ്നിദേവൻ ദേവനിർമ്മിതമായ പായസം കൊണ്ട് പ്രത്യക്ഷപ്പെടുകയും ആ പായസം മഹാരാജാവിന് സമ്മാനിക്കുകയും ചെയ്തു. ഗുരുക്കന്മാരുടെയെല്ലാം, താപസന്മാരുടെയെല്ലാം ആജ്ഞ അനുസരിച്ചുകൊണ്ട് രാജാവ് ആ പായസത്തെ തന്റെ ഭാര്യമാരായ കൗസല്യാദേവിക്കും അതുപോലെ തന്നെ കൈകേയിക്കും പകുത്തു കൊടുക്കുകയാണ്. അതേസമയത്ത് സുമിത്രയ്ക്ക് നൽകുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖം മഹാരാജാവിനുണ്ടാവുകയും ചെയ്തു. രാജാവിന്റെ ദുഃഖത്തെ മനസ്സിലാക്കിയ കൗസല്യയും കൈകേയിയും അവരവർക്ക് ലഭിച്ച പായസത്തിൽ നിന്ന് ഒരു ഭാഗം സുമിത്രയ്ക്ക് നൽകുകയും ചെയ്യുന്നു. ഇത് കണ്ട് രാജാവ് സന്തോഷിക്കുകയാണ്. എന്തായാലും ആ പായസത്തിന്റെ അഥവാ പുത്രകാമേഷ്ടിയുടെ ഫലം ആയിട്ട് 3 രാജ്ഞിമാരും ഗർഭം ധരിക്കുന്നു. എല്ലാ പ്രജകൾക്കും സന്തോഷത്തെ നൽകിക്കൊണ്ട് ഗർഭം പരിപൂർണമായി. സിമന്ത പുംസവനാദി ക്രിയകളൊക്കെ വേണ്ട വിധത്തിൽ ഗർഭരക്ഷകളെല്ലാം തന്നെ രാജാവ് നിർവഹിക്കുന്നു. അങ്ങനെ ഈ 3 രാജ്ഞിമാരും ആ 3 രാജ്ഞിമാരുടെയും പ്രസവ സമയം എടുക്കുകയാണ്. ആദ്യം തന്നെ ശ്രീരാമ അവതാരത്തെയാണ് വർണ്ണിക്കുന്നത്. ശ്രീരാമൻ ആ അവതരിച്ച സമയത്തെ പഞ്ചാംഗത്തെ ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന മുഹൂർത്തത്തിലാണ് മഹാവിഷ്ണു അയോധ്യയിൽ കൗസല്യയുടെ മകനായിട്ട് ജനിച്ചത്. നക്ഷത്രം പുണർദവും തിഥി നവമിയുമാണ്. വ്യാഴൻ ചന്ദ്രനോടുകൂടെ കർക്കിടകത്തിൽ അത്യുച്ചത്തിൽ നിൽക്കുന്നു. മേടത്തിൽ സൂര്യനും ഉച്ചത്തിലാണ്. ലഗ്നം കർക്കിടകമാണ്. തുലാത്തിൽ ശനിയും, മീനത്തിൽ ശുക്രനും, മകരത്തിൽ ചൊവ്വയും ഉച്ചത്തിൽ നിൽക്കുന്നു. ഇങ്ങനെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് പരബ്രഹ്മസ്വരൂപിയായ ഭഗവാൻ ഇവിടെ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിക്കുന്നു. ദിക്കുകളും ദേവന്മാരും ഒക്കെ സന്തോഷം പൂണ്ടു. പിറ്റേ ദിവസം പൂയം നക്ഷത്രത്തിൽ കൈകേയി പ്രസവിച്ചു. അടുത്ത ദിവസം സുമിത്രയും 2 പുത്രന്മാർക്ക് ജന്മം നൽകുക. അങ്ങനെ 3 രാജ്ഞിമാരും 4 കുമാരന്മാരും 4 ഉണ്ണികളും അയോധ്യയിലെ ദശരഥന്റെ കൊട്ടാരത്തിന് സന്തോഷത്തെ പ്രദാനം ചെയ്തു.
പിന്നീട് രാമായണം നമ്മെ കൊണ്ടുപോകുന്നത് കൗസല്യാദേവിയുടെ ആ ഒരു മാതൃഭാവത്തിലേക്കാണ്. കൗസല്യാദേവി തനിക്കുണ്ടായ കുഞ്ഞിനെ കാണുന്നത് കേവലം ഒരു ഉണ്ണിയായിട്ടല്ല, ഒരു കുഞ്ഞായിട്ടല്ല, മറിച്ച് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് കൗസല്യാദേവിക്ക് ആ കുഞ്ഞിനെ കാണാൻ സാധിക്കുന്നത്. 1000 കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുന്നത് പോലെയുള്ള പ്രഭയോട് കൂടിയിട്ട്, ശോഭയോട് കൂടിയിട്ട്, ശംഖം, ചക്രം, ഗദാ, പത്മം എന്നിവ ധരിച്ചുകൊണ്ട് ശ്യാമള നിറത്തോടു കൂടിയിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവായിട്ട് തന്നെ കൗസല്യാദേവിക്ക് ശ്രീരാമനെ കാണാൻ സാധിക്കുന്നു. തന്റെ കുഞ്ഞ് മോക്ഷതനായ പരമാത്മാവായ മഹാവിഷ്ണു തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ കൗസല്യാദേവി സാക്ഷാൽ മഹാവിഷ്ണുവിനെ തെരുതെരെ സ്തുതിച്ചു തുടങ്ങുന്നതാണ് കൗസല്യ സ്തുതി. ഭഗവാന്റെ വിവിധ നാമങ്ങൾ കൊണ്ട് ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് കൗസല്യാദേവി ചോദിക്കുന്നു, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഉദരത്തിലാണല്ലോ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള അങ്ങ് എന്റെ ഉദരത്തിൽ വന്ന് പിറക്കുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി സംശയങ്ങളും സന്തോഷവും ആനന്ദത്തോടും കൂടിയിട്ടും കൗസല്യാദേവി തന്റെ കുഞ്ഞിനോട് പറയുന്നു, ഈ ഒരു വേഷം, ഈ മഹാവിഷ്ണുവിൻ്റെതായിട്ടുള്ള ഈ ഒരു വേഷം മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ് ഈ വേഷത്തെ മറച്ചിട്ട് എനിക്ക് ഒരു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ പരിചരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടണം. അങ്ങയെ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ പരിചരിച്ച് എനിക്ക് ആ അങ്ങയിലേക്ക് ലയിക്കാൻ സാധിക്കണം. അതിനുള്ള അവസരം അങ്ങ് തരണം എന്ന് അഭ്യർത്ഥിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് സാക്ഷാൽ മഹാവിഷ്ണു പറയുകയാണ്, അമ്മേ, ഭഗവതിക്ക് എന്താണോ ഇഷ്ടം അതാണ് എന്റെയും ഇഷ്ടം. ഭഗവതിക്ക് എങ്ങനെയാണോ എന്നെ വേണ്ടത് അതുപോലെ ഞാൻ അങ്ങേക്ക് നിന്ന് തരുന്നു. പക്ഷേ അവിടുന്ന് മുൻ ജന്മത്തിൽ സാക്ഷാൽ മഹാവിഷ്ണുവായിരിക്കുന്ന ഞാൻ തന്നെ അമ്മയുടെ മകനായിട്ട് പിറക്കണമെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട്, അതിനുവേണ്ടി തപസ് ചെയ്തതുകൊണ്ട് ഞാൻ ഇന്ന് അമ്മയുടെ മകനായിട്ട് പിറന്നതാണ്. അതുകൊണ്ട് ഞാൻ അമ്മയുടെ ആഗ്രഹത്തിനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേഷം ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തന്നത് എന്ന് പറയുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ബാലഭാവത്തെ കൊണ്ട് കയ്യും കാലും കുടഞ്ഞ് കരയുന്ന ഒരു കൊച്ചു കുഞ്ഞായിട്ട് തന്നെ ആ ബാലകൻ തന്റെ രൂപത്തെ മാറ്റുകയാണ്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി കൗസല്യ മാതാവിന്റെ ഹൃദയം നിറയുന്നു. പിന്നീട് ഈ 4 കുഞ്ഞുങ്ങൾക്കുമുള്ള നാമകരണം നടക്കുകയാണ്. കുലഗുരുവായ വസിഷ്ഠൻ 4 കുഞ്ഞുങ്ങൾക്കും പേര് നൽകുന്നു. എല്ലാ ലോകങ്ങളും പരമാത്മാവായിരിക്കുന്ന ഈ കുഞ്ഞിൽ രമിക്കുന്നു, അഥവാ ഈ കുഞ്ഞ് സർവ്വലോകത്തിനും സന്തോഷം നൽകുന്നു എന്നുള്ളത് കൊണ്ട് ശ്യാമള നിറം കൊണ്ടിരിക്കുന്ന കൗസല്യാപുത്രന് ശ്രീരാമൻ എന്ന പേര്, രാമൻ എന്ന പേര് നൽകുന്നു. ഭരണകാര്യങ്ങളിൽ നിപുണനായിരിക്കും എന്നുള്ളത് കൊണ്ട് കൈകേയി പുത്രന് ഭരതൻ എന്ന നാമം കൊടുക്കുന്നു. സുമിത്രയുടെ പുത്രന്മാരിൽ മുക്തവനായ ലക്ഷ്മണൻ ലക്ഷണാന്യുതനായതുകൊണ്ട്, ലക്ഷണമുക്തവനായതുകൊണ്ട് അവന് ലക്ഷ്മണൻ എന്ന് പേര് കൊടുത്തു. ശത്രുവൃന്ദത്തെ ഹനിക്കുവാൻ ശ്രേഷ്ഠനായതുകൊണ്ട് ഇളയവന് ശത്രുഘ്നൻ എന്ന നാമവും കുലഗുരു നിർദ്ദേശിക്കുകയും നാമകരണം നടത്തുകയും ചെയ്യുന്നു. പിന്നീട് കുഞ്ഞുങ്ങളുടെ ബാലക്രീഡയെ കുറിച്ച് രാമായണത്തിൽ വർണ്ണിക്കുന്നു. രാമനും ലക്ഷ്മണനും എന്നും ഒന്നിച്ചാണ് കളിച്ചു നടക്കുന്നത്. ഭരതനും ശത്രുഘ്നും എന്നും ഒന്നിച്ചാണ് കളിച്ചു നടക്കുന്നത്. അതിന്റെ കാരണം രാമന്റെ മാതാവായ കൗസല്യ നൽകിയ പായസത്തിന്റെ അംശമാണ് രാമന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മണൻ. അതുപോലെ തന്നെ കൈകേയി മാതാവ് നൽകിയ പായസത്തിന്റെ അംശമാണ് എപ്പോഴും ഭരതന്റെ കൂടെ കളിച്ച് നടക്കുന്ന ശത്രുഘ്നൻ. അങ്ങനെ പായസത്തിന്റെ ഗുണം കൊണ്ട് രാമനും ലക്ഷ്മണനും ഒരുമിച്ചും ഭരതനും ശത്രുഘ്നും ഒരുമിച്ചുമായിട്ട് ബാലക്രീഡ വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ആ കടക്കണ്ണോട്ടം കൊണ്ടും കൈകാലിട്ടടിക്കുന്ന കളികൾ കൊണ്ടും പുഞ്ചിരി കൊണ്ടും എല്ലാം തന്നെ രാജാവിനും അമ്മമാർക്കും കൊട്ടാരത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രജകൾക്കും ഒക്കെ സന്തോഷത്തെ നൽകുന്ന ഒന്നായിരുന്നു. മനോഹരമായിട്ട് അവരുടെ ഭാവങ്ങൾ ആ അന്തഃപുരത്തെ സന്തോഷത്തോടു കൂടിയിട്ട് സന്തോഷത്തിൽ ആറാടിച്ചു എന്ന് രാമായണം പറയുന്നു. അതുപോലെ ശ്രീരാമൻ അണിഞ്ഞിരിക്കുന്ന ആഭരണം, ശ്രീരാമൻ തന്റെ അനുജന്മാരോട് കൂടിയിട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ഈ കാഴ്ച ഈ ഭൂമിദേവിക്ക് തന്നെ ഒരു അലങ്കാരമായിരുന്നു എന്ന് രാമായണത്തിൽ വർണ്ണിക്കുന്നു. പിന്നീട് ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് ഈ കുമാരന്മാർ, ഈ കുഞ്ഞുങ്ങൾ കൗമാരപ്രായത്തിലെത്തി. കൗമാരപ്രായത്തിൽ വസിഷ്ഠ മഹർഷി ഈ 4 പേർക്കും ഉപനയനാദികൾ ചെയ്തു. വേദം, വേദാംഗം, ഉപാംഗങ്ങൾ, ശ്രുതികൾ, സ്മൃതികൾ, ഉപസ്മൃതികൾ തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ ഈ കുമാരന്മാരെ അഭ്യസിപ്പിച്ചു. ഇതെല്ലാം പഠിപ്പിച്ചു.
ശ്രീരാമൻ ഇതെല്ലാം പഠിക്കുന്നതിൽ കാണിച്ച ആ ഒരു വേഗതയും അതിനെ ഗ്രഹിക്കാനുള്ള കഴിവുമെല്ലാം കുലഗുരുവായ വസിഷ്ഠനെ അത്ഭുതപ്പെടുത്തി. പക്ഷെ അവിടെ എടുത്തു പറയുന്നു, സർവ്വലോകത്തിനും ഗുരുവായിരിക്കുന്ന ശ്രീരാമന്റെ ഗുരുവാവാൻ വസിഷ്ഠന് സാധിച്ചതൊരു മഹാഭാഗ്യമാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ രാമലക്ഷ്മണന്മാർ സേവക ഭാവത്തോടു കൂടിയും ഭരത ശത്രുഘ്നന്മാർ സ്വാമി പ്രത്യേക ഭാവത്തോടു കൂടിയിട്ടും കൊട്ടാരത്തിൽ കൗമാര പ്രായത്തിലേക്ക് കടന്ന് എല്ലാവിധങ്ങളായിട്ടുള്ള ഉപചാരങ്ങളും ധർമ്മവും അനുസരിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് സന്ധ്യാവന്ദനാദികൾ നിർവഹിച്ച് മാതാപിതാക്കളുടെ പാദനമസ്കാരം ചെയ്ത് പരസ്പര പൂരകങ്ങളായിട്ട് മാറുകയും സന്തോഷത്തോടു കൂടിയിട്ട് ധർമ്മ സംരക്ഷണം നടത്തി ജീവിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് വിശ്വാമിത്രൻ അയോധ്യയിലേക്ക് എഴുന്നള്ളുന്നത്. വിശ്വാമിത്രൻ അയോധ്യയിലേക്ക് വന്ന സമയത്ത് രാജാവ് ഉപചാരങ്ങളോട് കൂടിയിട്ട് ദശരഥൻ സ്വീകരിക്കുകയും എന്തിനാണ് അങ്ങ് ഇവിടേക്ക് എഴുന്നള്ളിയത് എന്ന് പറയുകയാണെങ്കിൽ അതെല്ലാം തന്നെ ഞാൻ ചെയ്യാമെന്ന് ദശരഥൻ വിശ്വാമിത്രനോട് പറയുകയും ചെയ്യുന്നു. ആ സമയത്ത് വിശ്വാമിത്രൻ പറയുന്നു, ഞാൻ എല്ലാ അമാവാസിയും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ചില പൂജകളും ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള ചില പൂജകളും ഹോമങ്ങളും ഒക്കെ നടത്താറുണ്ട്. എന്നാൽ ഈ ഹോമത്തെ മാരീചൻ സുബാഹു എന്ന് പറയുന്ന 2 രാക്ഷസന്മാർ അവരുടെ അനുയായികൾ ചേർന്നുകൊണ്ട് മുടക്കിക്കൊണ്ടേയിരിക്കുന്നു. അവരെ വധിച്ച് ഈ യാഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി അല്ലയോ ദശരഥ, അങ്ങയുടെ മക്കളായിരിക്കുന്ന ലക്ഷ്മണനെയും രാമനെയും എൻ്റെ കൂടെ പറഞ്ഞയക്കണം. അവർ വന്നാൽ മാത്രമേ മാരീ സുബാഹുക്കളെ നശിപ്പിക്കുവാനും ഈ യാഗത്തെ മുടക്കാതിരിക്കുവാൻ, യാഗത്തെ സമ്പൂർണമാക്കിയിട്ട് നടത്തുവാനും എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ട ദശരഥ മഹാരാജാവ് ദുഃഖത്തോടു കൂടിയിട്ട് വിഷമത്തോടു കൂടിയിട്ട് കുലഗുരുവായ വസിഷ്ഠനോട് പറയുന്നു, വിശ്വാമിത്രനോട് ഞാൻ എന്തും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ കുമാരന്മാരെ വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല. അവര് ചെറിയ കുഞ്ഞുങ്ങളാണ്. ഈ രാക്ഷസന്മാരുടെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാലും എന്ന് വസിഷ്ഠനോട് ചോദിക്കുമ്പോൾ ഇതിന് മറുപടിയായി വസിഷ്ഠൻ പറയുന്നു, യാതൊരു തരത്തിലും അങ്ങ് ഭയപ്പെടേണ്ടതില്ല. ദേവന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഞാൻ പറയാം. അങ്ങ് സങ്കടപ്പെടേണ്ട കാര്യമില്ല. രാമൻ കേവലം മനുഷ്യനല്ല, പരമാത്മ ചൈതന്യമാണ്. മുമ്പ് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതിനാൽ ഭൂമിദേവിക്കുണ്ടായ ഭാരത്തെ തീർക്കുന്നതിന് വൈകുണ്ഠവാസിയായ നാരായണൻ നിന്റെ ഭാര്യയായ കൗസല്യാദേവിയിൽ വന്ന് അവതരിച്ചതാണ്. അല്ലയോ ദശരഥ, അങ്ങ് മുൻപ് ബ്രഹ്മാവിന്റെ പുത്രനായ കശ്യപ പ്രജാപതിയായിരുന്നു. കശ്യപന്റെ ഭാര്യയായിരുന്ന അതിഥി ആണ് ഇന്ന് അങ്ങയുടെ ഭാര്യയായിരിക്കുന്ന കൗസല്യ. പണ്ട് നിങ്ങൾ 2 പേരും സന്തതി ഉണ്ടാവാനായിട്ട് വളരെ കാലം തപസ് ചെയ്യുകയും സാക്ഷാൽ നാരായണൻ പ്രത്യക്ഷപ്പെട്ട് വരം ചോദിച്ചപ്പോൾ, വരം വാങ്ങിക്കൊള്ളുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ സാക്ഷാൽ നാരായണൻ തന്നെ ഞങ്ങൾക്ക് മകനായിട്ട് പിറക്കണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദശരഥ, അതിന്റെ ഫലമായിട്ട് ഇന്ന് കശ്യപ പ്രജാപതിയായ അങ്ങ് അതിഥിയായ കൗസല്യയും തമ്മിൽ വിവാഹിതരാവുകയും ഇന്ന് സാക്ഷാൽ നാരായണൻ നിങ്ങളുടെ മകനായിട്ട് ഭൂമിയിൽ പിറക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മാത്രവുമല്ല, യോഗമായാദേവിയായിരിക്കുന്ന ലക്ഷ്മി ദേവി മിഥിലയിൽ യാഗഭൂമി ഉഴുതുമറിച്ചപ്പോൾ അവിടെ അയോനിജിയായിട്ട് ജനിച്ചിട്ടുണ്ട്. അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ ഇപ്പോൾ ശ്രീരാമനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങ് യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല, ധൈര്യപൂർവം ശ്രീരാമനെ പറഞ്ഞയച്ചാലും എന്ന് പറയുന്നു. കുലഗുരുവിന്റെ വാക്ക് ശിരസാ വഹിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ദശരഥൻ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രനോടുകൂടെ പറഞ്ഞയക്കുന്നു. വിശ്വാമിത്രൻ സന്തോഷത്തോടുകൂടി വരിക രാമ ലക്ഷ്മണ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാട്ടിലേക്ക് അവരുടെ ആശ്രമത്തിലേക്ക് യാത്ര തിരിക്കുന്നു. പകുതി വഴി എത്തിയ സമയത്ത് വിശ്വാമിത്രൻ പറയുന്നു, കോമളന്മാരായിട്ടുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ഇതുവരെ ദാഹവും വിശപ്പും എന്താണെന്ന് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വിശപ്പും ദാഹവും ഉണ്ടാകാതെ ഇരിക്കാനായി ബാലകന്മാരെ നിങ്ങൾ ബലയും അതിബലയും പഠിച്ച് ഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാനുള്ള ബലയും അതിബലയും അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. ബലയും അതിബലയും സ്വീകരിച്ച് സന്തോഷവാന്മാരായ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രന്റെ കൂടെ യാത്ര തുടരുമ്പോൾ താടകാവനത്തിൽ പ്രവേശിക്കുകയാണ്.
താടകാവനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ വിശ്വാമിത്രൻ പറയുന്നു, താടകാവനത്തിൽ അല്ലയോ രാമ, ഇപ്പോൾ ഈ വഴിക്ക് ആരും പോകാറില്ല. ഈ ഒരു കൊടുങ്കാട്ടിൽ ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുവാൻ കഴിവുള്ള താടക എന്ന് പറയുന്ന ഭയങ്കരിയായിട്ടുള്ള ഒരു രാക്ഷസിയുണ്ട്. അവളെ പേടിച്ച് ഈ വഴിക്ക് ആരും വരാറില്ല. ഇത് പറഞ്ഞപ്പോ രാമൻ തന്റെ അമ്പും വില്ലും എടുത്ത് ചെറിഞ്ഞാണലിയിട്ടു. ആ ശബ്ദം കേട്ടുകൊണ്ട് കോപിച്ച് രാക്ഷസി അവരുടെ മുന്നിലേക്ക് വരികയാണ്. ശ്രീരാമൻ ഒരൊറ്റ അമ്പയച്ച് ആ താടകയെ വധിക്കുന്ന ഭാഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. വിശ്വാമിത്രൻ ഇത് കണ്ട് സന്തോഷിക്കുകയും ലക്ഷ്മണന്മാർക്ക് എല്ലാ ദിവ്യാസ്ത്രങ്ങളെയും ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനും സിദ്ധാശ്രമത്തിൽ എത്തിച്ചേരുകയും അവിടെ ഹോമം നടത്തുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ആ യാഗത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ താപസന്മാർ യാഗം ആരംഭിക്കുന്നു. തദവസരത്തിൽ മാരീച സുബാഹുക്കൾ അവിടെ എത്തുകയും ഈ യാഗത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ശ്രീരാമ ലക്ഷ്മണന്മാർ മാരീച സുബാഹുക്കളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ശ്രീരാമന്റെ അമ്പ് വരുന്ന സമയത്ത്, ശ്രീരാമൻ അമ്പ് ചെയ്ത സമയത്ത് സുബാഹു തദവസരത്തിൽ തന്നെ ആ നിമിഷം തന്നെ മരണപ്പെടുകയും മാരീചൻ എന്നെ രക്ഷിക്കണമേ എന്ന് ശ്രീരാമനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. രക്ഷിക്കണമേ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഭക്തനെ ശ്രീരാമൻ അഭയം കൊടുക്കുകയും ഇനി ഈ താപസന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ജീവിക്കണമെന്ന് പറയുകയും അന്ന് മുതൽ മാരീചൻ രാമഭക്തനായി തീരുകയും ചെയ്യുന്നു. അതിനുശേഷം മാരീച സുബാഹുക്കളുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയും യാഗം സമ്പൂർണ്ണമാവുകയും ചെയ്യുന്നു. 2-3 ദിവസം അവിടെ വിശ്വാമിത്രനും എല്ലാ താപസന്മാരും രാമലക്ഷ്മണന്മാരും സന്തോഷത്തോടുകൂടി വസിക്കുകയും 4-ാം ദിവസം വിശ്വാമിത്രൻ പറഞ്ഞു, വെറുതെ സമയം കളയേണ്ടതില്ല, നമുക്ക് താമസിയാതെ ജനക മഹാരാജാവിന്റെ മഹായജ്ഞം കാണാൻ പോകേണ്ടതുണ്ട്. അവിടെ പരമശിവന്റേതായിട്ടുള്ള ത്രയംബകം എന്നുള്ള ഒരു മഹാവില്ലുണ്ട്. ശ്രീ പരമേശ്വരൻ പണ്ടേ തന്നെ അവിടെ വെച്ചിരിക്കുന്ന വില്ലാണത്. രാജാക്കന്മാർ ദിനംതോറും ഈ വില്ലിനെ പൂജിക്കുന്നു. രാജശ്രേഷ്ഠന്മാരുടെ വംശത്തിൽ പിറന്ന അങ്ങ് അല്ലയോ രാമ, ആ മഹത്തായ വില്ല് അങ്ങ് കാണുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമ ലക്ഷ്മണന്മാർ വിശ്വാമിത്രനോട് കൂടിയിട്ട് ഗംഗാനദിയുടെ തീരത്തേക്ക് എത്തുകയാണ്. ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയിൽ ഗംഗാനദിയുടെ തീരത്തെത്തി. അവിടെ ശോഭനമായിരിക്കുന്ന ഒരു സ്ഥലം കാണുകയാണ്. യാതൊരു തരത്തിലുള്ള ജന്തുക്കളുടെ ഉപദ്രവവും ശല്യവുമില്ലാത്ത മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിച്ചു, ഇത്രയും ശ്രേഷ്ഠമായ യാതൊരു ജന്തുക്കളുടെയും ശല്യമില്ലാത്ത ഈ മനോഹരമായിട്ടുള്ള സ്ഥലം ആരുടേതാണ് എന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയുന്നു. വിശ്വാമിത്രൻ അത് കേട്ടിട്ട് പറയുകയാണ്, പണ്ട് തപസ്സിന് യാതൊരു കോട്ടവും തട്ടാത്ത ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തപസ്സിയായിരുന്നു ഗൗതമ മഹർഷി. അദ്ദേഹത്തിന്റെ പത്നി ലോകസുന്ദരിയായ അഹല്യ. ആ ഗൗതമ പത്നിയായ അഹല്യയും ഗൗതമ മഹർഷിയും അതീവ സന്തോഷത്തോടുകൂടി വസിച്ചിരുന്ന ഈ ഗംഗാനദിയുടെ തീരത്തുള്ള ആശ്രമമാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള സ്ഥലം. അവിടെ ഗൗതമൻ സന്ധ്യാവന്തനത്തിന് പോയ സമയത്തൊരിക്കൽ ദേവേന്ദ്രൻ അഹല്യ മാത്രമുള്ള സമയത്ത് ഗൗതമൻ സന്ധ്യാവന്തനത്തിന് പോയ സമയത്ത് ഗൗതമാശ്രമത്തിലേക്ക് എത്തിച്ചേരുകയും അഹല്യയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അഹല്യയെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ ഗൗതമ മുനി ദേവേന്ദ്രനെയും ശപിക്കുന്നു, അഹല്യയെയും ശപിക്കുന്നു. അഹല്യയോട് പറയുന്നു, സംവത്സരങ്ങളോളം നീ ഇവിടെ ശിലാരൂപം കൊണ്ട് ശിലയായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാണോ ശ്രീരാമചന്ദ്രൻ ഇവിടെ എത്തുന്നത്? അതായത് ഒരു കൽപ്രതിനിയെ പോലെ നീ ഇവിടെ ഇരിക്കുക. മഴയും കാറ്റും വെയിലുമേറ്റ് ആഹാരാദികളൊന്നും തന്നെ കൂടാതെ ശ്രീരാമപാദങ്ങളെ മനസ്സിൽ സങ്കല്പിച്ച് രാത്രിയും പകലും ഒന്നും അറിയാതെ പല ദിവ്യവത്സരങ്ങൾ നീ ഇവിടെ തപസ് ചെയ്യുമ്പോൾ ഒരു നാൾ ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും എതിരെ വരുമ്പോൾ ആ ശ്രീരാമന്റെ പാദസ്പർശം നിന്നിൽ ഏൽക്കുമ്പോൾ മാത്രമാണ് നിനക്ക് ശാപമോക്ഷം ഉണ്ടാവുക, നീ പതിപ്രതയായി തീരുക, നീ കളങ്കിത അല്ലാതായി തീരുക എന്ന് ഗൗതമ മുനി അനുഗ്രഹവും ശാപവും നൽകിയിട്ടുണ്ട്. ആ ഒരു ദേശമാണ് ഇത്. ആ കാണുന്ന ശിലയാണ് അഹല്യ എന്ന് വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കണ്ട ശ്രീരാമൻ ശിലയായി കഴിയുന്ന അഹല്യയെ സമീപിക്കുകയും ഞാൻ രാമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിലാരൂപത്തെ പാദം കൊണ്ട് സ്പർശിക്കുകയും ചെയ്യുന്നു.
നിമിഷ നേരം കൊണ്ട് തന്നെ ആ ശിലാരൂപം അഹല്യയായിട്ട് മാറുകയും ആ ശിലാരൂപത്തിന് ചൈതന്യം ഉണ്ടാവുകയും അഹല്യയ്ക്ക് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ മുമ്പിൽ കാണാൻ സാധിക്കുകയും ചെയ്തു. അഹല്യ അപ്പോൾ തൻ്റെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. ഇത് സാക്ഷാൽ ശ്രീ നാരായണൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ അഹല്യ പൂജാസാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ശ്രീരാമനെ മുമ്പിൽ വെച്ച് ശ്രീരാമനെ പൂജിക്കുന്നു. അതിനുശേഷം അഹല്യ ശ്രീരാമനെ സ്തുതിക്കുന്ന ഭാഗം ആരംഭിക്കുകയാണ്. ഈ രണ്ടാം ദിവസം അഹല്യ മോക്ഷം വരെയുള്ള ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പുത്രലാഭാലോചന മുതൽ തൻ്റെ രാജവംശത്തിന് അനന്തര അവകാശികളില്ല എന്നുള്ള ദുഃഖത്തോടുകൂടി കഴിയുന്ന ദശരഥൻ കുലഗുരുവായ വസിഷ്ഠനോട് താൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പുത്രകാമേഷ്ടി നടത്തണമെന്ന് നിർദ്ദേശിക്കുകയും പുത്രകാമേഷ്ടിയിലൂടെ 4 കുമാരന്മാർ പിറക്കുകയും ആ 4 കുമാരന്മാരുടെ ബാലക്രീഡയും അവരുടെ കൗമാരം പ്രായവും ആ കൗമാര പ്രായത്തിൽ എത്തി നിൽക്കുന്ന അവരുടെ സ്നേഹവും ആ സമയത്ത് വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദശരഥനെ സ്നേഹിപ്പിച്ച് രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നതും ആ പോകുന്ന വഴിയിൽ താടകയെ വധിക്കുന്നതും താടകാവധത്തിന് ശേഷം യാഗരക്ഷ നടത്തുന്നതും യാഗരക്ഷയിൽ സുബാഹുവിനെ വധിച്ച് മാരീചനെ രക്ഷിച്ച് യാഗത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന രാമലക്ഷ്മണന്മാരെയും അതിനുശേഷം ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ ത്രയംബകൻ എന്ന് പറയുന്ന മഹാവില്ല് കാണുന്നതിനുള്ള യാത്ര പുറപ്പെടുകയും ആ യാത്രാമധ്യേ ഗൗതമ മഹർഷിയുടെ ആശ്രമ പരിസരത്ത് എത്തിച്ചേരുകയും ശിലാരൂപം കൊണ്ട് കിടക്കുന്ന അഹല്യയെ കാണുകയും ആ അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകുകയും ചെയ്യുന്നത് വരെയാണ് രണ്ടാം ദിവസത്തെ രാമായണ പാരായണം. ശ്രീരാമചന്ദ്ര മഹാപ്രഭു തൻ്റെ ധർമ്മ സംരക്ഷണം എന്നുള്ള ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി ആദ്യമായിട്ട് കൊട്ടാരത്തിൽ നിന്നും ആ കൗമാര പ്രായത്തിൽ ആദ്യം തന്നെ പുറത്തിറങ്ങുമ്പോൾ ചെയ്യുന്നത് മാരീച സുബാഹുക്കളെ അഥവാ സുബാഹുവിനെ വധിക്കുകയും മാരീചനെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാമിത്രന്റെ യാഗത്തെ രക്ഷിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് താടകാവധം നിർവഹിക്കുന്നു, അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നു. ധർമ്മ സംരക്ഷണത്തിനുള്ള പടിപടിയായിട്ടുള്ള തുടക്കം ശ്രീരാമൻ തുടങ്ങുന്നിടത്താണ് ഈ രണ്ടാം ദിവസത്തെ രാമായണ പാരായണ ഭാഗം അവസാനിക്കുന്നത്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെയും മഹാഗുരു പരമ്പരയുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും എന്നെന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർക്കിടകം രണ്ടാം ദിവസത്തെ പാരായണം ഒരു ഭാഗത്തിൽ നമുക്ക് സമർപ്പിക്കാം. ജയ സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനുജായ സർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കി ജയ.